നമ്മുടെ DOP ശങ്കർ എന്നിവർ ചേർന്ന് ഇത് തെളിയിക്കുകയാണ്. നമ്മുടെ ചിത്രത്തെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളായ സിദ്ധാർത്ഥനും മനോജേട്ടനും ചേർന്ന് ഇത് തെളിയിക്കുകയാണ്. ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സുമതി വളവും അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളായ സിദ്ധാർത്ഥനും മനോജേട്ടനും ചേർന്ന് ഇത് തെളിയിക്കുകയാണ്. ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സുമതി വളവും അടുത്ത തിരിതെളിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രൊഡ്യൂസർ മുരളിക്കുന്നുമ്പർത്ത് സാറും ഒപ്പം നമ്മുടെ സ്റ്റുഡിയോ കിഷോർ സാറും ചേർന്ന ഭദ്രദീപം കൊടുക്കുന്നതായിരിക്കും. നമ്മുടെ സംവിധായകൻ വിഷ്ണു ശശിശങ്കറിന്റെ കുടുംബത്തിൽ സുമതി വളവിന്റെ ചിത്രീകരണം ആരംഭിക്കുന്നതും അതുകൊണ്ട് തന്നെ നമ്മുടെ പിറന്നാൾ പോയി നമ്മുടെ സംവിധായകൻ ക്യാപ്റ്റൻ രണ്ടു വാക്ക്. വലിയ സന്തോഷം. മാളികപ്പുറത്തിന് ശേഷം വീണ്ടും 2 വർഷത്തിന് ശേഷം ഡയറക്ടർ ചെയറിലേക്ക് ഇരിക്കുകയാണ്. ഇതുവരെ നിമിത്തങ്ങളെല്ലാം നല്ല രീതിയിൽ വരുന്നു. പിന്നെ ഏറ്റവും വലിയ സന്തോഷം തീർച്ചയായിട്ടും ഈ പടം എൻ്റെ അടുത്ത പടം വലിയൊരു പടമാണ്. പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നതിൻ്റെ ധൈര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ തിങ്ക് സ്റ്റുഡിയോസും നമ്മൾ ഒരു 3-4 പടം കഴിഞ്ഞാൽ ഒരു കഥയായിട്ട് അപ്രോച്ച് ചെയ്യാൻ ഇന്ന് ഒന്നാമത്തെ മെയിൻ പ്രൊഡക്ഷനാണ് തിങ്ക് സ്റ്റുഡിയോസ്. നമ്മുടെ അത്രയും ഗംഭീരമായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ ഹൗസ് അതിൻ്റെ 2ാമത്തെ സിനിമയിൽ തന്നെ വരാൻ സാധിച്ചത് വലിയ സന്തോഷം. ഇതോടൊപ്പം ഒരു കാര്യം പേഴ്സണലി പറയുകയാണ്, ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഷോട്ട് അൺഒഫീഷ്യലായിട്ട് നമ്മൾ എടുത്തു സാർ. അത് അയ്യപ്പൻ്റെ ഒരു ചെറിയ വിഗ്രഹം വെച്ചിട്ടാണ് എടുത്തത്. അതുകൊണ്ട് ഇനിയത് അയ്യപ്പൻ നോക്കും എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ തുടങ്ങിയാണ് സുമതി വന്നിരിക്കുന്നത്. രണ്ടുപേരും നിങ്ങളോടൊപ്പം ഉണ്ട്, ദേവനന്ദയും ശ്രീപതിയാനും. രണ്ടുപേരും 2 വാക്ക്. സന്തോഷമുണ്ട്. ഇങ്ങനൊരു വലിയൊരു മൂവിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു ബഡ്ജറ്റുള്ളൊരു മൂവി ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഞാൻ സന്തോഷിക്കുന്നു.
ഈ പടം സൂപ്പർ ഹിറ്റാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഭിലാഷേട്ടൻ്റെ കഥയല്ലേ അപ്പോൾ ആയിരിക്കും. അപ്പോൾ താങ്ക് യു. മാളികപ്പുറം ടീമിൻ്റെ തന്നെ സുമതി വളവിൽ ഭാഗമാകാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അഭിലാഷേട്ടൻ്റെയും വിഷ്ണു ചേട്ടൻ്റെയും രഞ്ജൻ ചേട്ടൻ്റെയും ശ്രീപത്തിൻ്റെയും കൂടെ ഒന്നുകൂടെയും കൂടെ ചെയ്യാൻ പോവാണ്. അത് മുരളീധരൻ്റെ സിനിമയിൽ ഭാഗമാകാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഞങ്ങൾക്ക്. എന്നാലേ ഞങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ ഇനി ഞങ്ങൾ അപ്ഡേറ്റ് പുറകെ അറിയിക്കുന്നതാണ്. ഈ സിനിമയിലെ ബാക്കി ആർട്ടിസ്റ്റുകൾ, അതായത് നാളെ തൊട്ടാണ് എല്ലാവരും ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ആർട്ടിസ്റ്റുകളുടെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് അർജുൻ അശോകനാണ് ഇതിലൊരു മെയിൻ ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത്. അർജുനെ പോലെ തന്നെ ബാലു വർഗീസ് ഒരു ത്രൂഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. ഗോകുൽ സുരേഷ് ഗോപി ഒരു ത്രൂഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. സിദ്ധാർത്ഥ ചേട്ടൻ ത്രൂഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. മനോജ് ചേട്ടനുണ്ട്. അതേപോലെ ഹീറോയിൻസിൻ്റെ സൈഡിലേക്ക് ചെല്ലുമ്പോൾ അവർ ശ്രാവൺ മുകേഷ് ത്രൂഔട്ട് ക്യാരക്ടർ. നമ്മുടെ പണിയിലൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ദേവസി എന്നുള്ള ക്യാരക്ടർ ചെയ്ത ചേട്ടൻ ഇതിലൊരു ത്രൂഔട്ട് വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ ഹീറോയിൻസിൻ്റെ പോർഷനാണ് മാളവിക മനോജ് ആണ് ഒരു ഹീറോയിൻ. അതേപോലെ പവി ടേക്കറിലൊക്കെ നമുക്കറിയാവുന്ന ജൂഹി മറ്റൊരു ഹീറോയിനാണ്. ഗോപിക പത്മസൂര്യ ഹീറോയിനാണ്. അതേപോലെ നമ്മുടെ ശിവത ഹീറോയിൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഒരു 3 ഹീറോയിൻസൂടെ പറഞ്ഞിട്ടുണ്ട്. അത് സസ്പെൻസാണ്, ലാസ്റ്റ് റിവീൽ ചെയ്യാം. ഒരു ഹൊറർ കോമഡി ജോണറിലാണ് സിനിമ ഒരുക്കുന്നത്. ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഹ്യൂമർ ട്രാക്കിലാണ് സിനിമ കഥ പറയുന്നത്. പക്ക എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിരിക്കും, അത് ഗ്യാരണ്ടിയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പുറകെ അപ്ഡേറ്റ് ചെയ്യും. നമ്മുടെ ടീമിൻ്റെ ഒപ്പം, മാളികപ്പുറം ടീമിൻ്റെ ഒപ്പം, മുരളീധരൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ സന്തോഷമുണ്ട്. കൂടുതൽ വാക്കുകളില്ല. എന്തായാലും സിനിമ ഗംഭീര സക്സസ്സായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ നന്ദി. വലിയ സന്തോഷം. കാരണം ഒരു സിനിമയുടെ പൂജ തുടങ്ങുകയാണ്. അത് മാളികപ്പുറം ടീമിൻ്റെ കൂടെ ആകുമ്പോൾ മാളികപ്പുറത്തിൽ വർക്ക് ചെയ്തപ്പോൾ വിഷ്ണു ആണെങ്കിലും അഭിലാഷാണെങ്കിലും രഞ്ജിനാണെങ്കിലും ഇവരുടെ കൂടെ വീണ്ടും വർക്ക് ചെയ്യുന്നതിൻ്റെ സന്തോഷമുണ്ട്. മുരളിച്ചേട്ടൻ്റെ കൂടെ ഞാൻ വെള്ളത്തിൽ തൊട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ സന്തോഷമായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇത് നല്ലൊരു വീണ്ടും ഇവിടെ എല്ലാവരും പറയുന്ന പോലെ തന്നെ മാളികപ്പുറം പോലെ തന്നെ അടുത്തൊരു സക്സസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ നാട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട്. മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ ഒരുമിക്കുന്ന സിനിമ അഭിലാഷിൻ്റെ കൂടെ ഇത് 6ാമത്തെ സിനിമ എന്നുള്ള പ്രത്യേകതയുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന വളരെ റെയറായിട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ഒരു സൗഹൃദത്തിൻ്റെ കൂടെ ഒരു സിനിമയാണ് സുമതി വളവ്. വിഷ്ണുവിൻ്റെ കൂടെ ആഫ്റ്റർ മാളികപ്പുറം, മുരളിച്ചേട്ടൻ്റെ കൂടെ ഇത്രയും എനിക്ക് തോന്നുന്നു ഏറ്റവും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് മുരളിച്ചേട്ടൻ. കുറേ നാളുടെ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ മുരളിച്ചേട്ടനും വലിയൊരു നന്ദി ഒരു അവസരത്തിൽ അറിയിക്കുന്നു. എല്ലാ ടീമിനും, സുമതി വളവ് ടീമിനും നന്ദി അറിയിക്കുന്നു. എന്നാൽ ഈ സിനിമ സക്സസ് ആയിരിക്കുന്നു എന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ നാട്ടിൽ നിൽക്കാൻ പറ്റുമ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് സന്തോഷം. പാലക്കാട് ഷൂട്ട് ചെയ്യുന്നുള്ള വലിയ സന്തോഷം. എന്തായാലും സൂപ്പർ ഹിറ്റ് ആവും നമ്മുടെ പടം. Thanks for the association with Waterman Films and success. I mean, best wishes to the Sumati Bollywood team. Thanks. സിദ്ധാർത്ഥ് ഭരതൻ ചെന്നൈ 2 വാക്ക് സംസാരിക്കുന്നുണ്ട്. അതിയായ സന്തോഷമുണ്ട് മാളികപ്പുറം ടീമുമായിട്ട് വർക്ക് ചെയ്യുന്നതിന്. ഐ വിഷ് they create the success again. All the best. Thank you. പ്രിയപ്പെട്ട മനോജ് ചേട്ടനെ 2 വാക്ക് സംസാരിക്കാനിലേക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഈ സിനിമയിൽ ഒരു വേഷം ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അഭിലാഷിൻ്റെ ആനന്ദ ശ്രീബാല എന്ന സിനിമയിലുണ്ടായിരുന്നു. ഇത് 2ാമത്തെ പടമാണ്. പിന്നെ എൻ്റെ പ്രൊഡ്യൂസർ മുരളീധരൻ എൻ്റെ നാട്ടുകാരനാണ്. പിന്നെ ലിങ്ക്സ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്തായാലും നേരിട്ട് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എന്താ പറയുക, ഓർമ്മയില്ല അവിടെ. ഒരുപാട് സന്തോഷം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ദൈവത്തിൻ്റെ വശം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കിഷോർ സാറ് നമ്മുടെ ബിഗ് സ്റ്റുഡിയോയിൽ നമ്മുടെ കൂടെ ഒരു ചെയ്യുവാണ് സിനിമ. അത് വലിയൊരു സന്തോഷമാണ്. നമുക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ്. ഇനി അങ്ങോട്ടും ബിഗ് സ്റ്റുഡിയോയിൽ എല്ലാ സഹായവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
അടുത്ത വർഷവും തളിപ്പറമ്പിൽ വെച്ചൊരു സിനിമ ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുള്ളി ഓക്കെയെന്ന് പറഞ്ഞു, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പാലക്കാടാണ് ഷൂട്ട്. കാരണം കൊച്ചിയിലാണെങ്കിൽ എനിക്കറിയാം നിങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ ഓടിയെത്തും. ഇത്രയും ദൂരെ ഷൂട്ട് വെച്ചിട്ടും ഇന്ന് രാവിലെ ഇവിടെ എത്തി. അതിന് മീഡിയയോട് ആദ്യം തന്നെ നന്ദി പറയുന്നു. പിന്നെ മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ ഒന്നിക്കുന്ന അടുത്ത സിനിമയാണ്. ഏകദേശം 1.5 വർഷത്തോളം ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളുമായിരുന്നു. ഒരു വലിയ സിനിമയാണ്. അത് ബഡ്ജറ്റ് വൈസ് ആണെങ്കിലും മേക്കിംഗ് വൈസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു എൻ്റെ 5 സിനിമകൾക്ക് ശേഷം 6ാമത് സിനിമ ഇതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 50 ദിവസത്തിന് മുകളിൽ ഷൂട്ട് ചെയ്യാൻ ഒരു 85-90 ദിവസം ഷൂട്ട് ചെയ്യാമെന്നൊരു വലിയ സിനിമ. അപ്പം ഈ ഒരു യാത്ര ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിലൂടെ തന്നെ മുന്നോട്ട് പോകണം. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ മുരളിച്ചേട്ടൻ പ്രൊഡ്യൂസറായി വരുന്നു. മുരളിച്ചേട്ടൻ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ മലയാളത്തിൽ ആദ്യമായി തിങ്ക് സ്റ്റുഡിയോസ് എൻ്റർ ചെയ്യുന്നു ഈ സിനിമയിലേക്ക്. അതൊരു ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ഭാഗ്യമാണ്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പ്രൊഡക്ഷൻ കമ്പനികളൊന്നായ തിങ്ക് സ്റ്റുഡിയോസിനോട് എത്തിയപ്പോൾ സുന്ദരമുള്ളൊരു വലിയ സിനിമയെ മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളും ബാക്കി വിശേഷങ്ങളും പറയാൻ ഞങ്ങൾ അറിയിക്കാം. ഇന്ന് രാവിലെ ഇവിടെ ഷൂട്ട് തുടങ്ങാണ്. ഇനി അങ്ങോട്ട് എല്ലാ യാത്രയിലും നമ്മുടെ മീഡിയ സുഹൃത്തുക്കളും മറ്റെല്ലാവരും കൂടെ കാണുമെന്നുള്ള വിശ്വാസത്തിൽ തുടങ്ങാണ്. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഇന്നത്തെ ചിത്രീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട MLA പ്രസന്നൻ സാറിനെ തിരിതെളിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഔപചാരികമായി നമ്മളെല്ലാം ചേർന്ന് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു. ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എന്നെ ഗിരീഷ് വിളിച്ചപ്പോൾ അദ്ദേഹം വാട്സപ്പിൽ സുമതി വളവിൻ്റെ ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ചപ്പോൾ പെട്ടെന്ന് പേര് സ്ട്രൈക്ക് ചെയ്തത് പണ്ട് കുട്ടിക്കാലത്ത് കേട്ട ഓരോ കഥയുമായി ബന്ധപ്പെട്ട കേരളത്തിൽ എല്ലായിടത്തും പ്രചാരമായിരുന്ന ഓരോ സംഭവത്തെ സാക്ഷി നിർത്തി പിന്നീട് ആ പ്രദേശത്ത് യാത്ര ചെയ്യുന്നവർ ഭയത്തോടുകൂടി യാത്ര ചെയ്യേണ്ടി വരുന്ന സുമതി വളവ് എന്ന പ്രസിദ്ധമായ സ്ഥലത്തിലെ ആക്സിഡൻറ്റും ഗർഭിണിയായ സ്ത്രീയുടെയും പിന്നീട് കുട്ടിയും അമ്മയും ചേർന്ന് യാത്രക്കാരെ കാത്തു നിൽക്കുന്ന രംഗവും തുടർന്നു വരുന്ന ആക്സിഡൻറ്റുകളുമെല്ലാം കുട്ടിക്കാലത്തെ ഓരോ കഥയിലെ ഏറ്റവും പ്രിയപ്പെട്ട കഥകളിലൊന്നായിരുന്നു. ഇവിടെ അത് പുനരാവിഷ്കരിക്കുകയാണ്. അന്നത്തെ ഗ്രാമീണ പശ്ചാത്തലത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം തേടിയാണ് അവർ പാലക്കാട് ഈ പാണ്ടാങ്കോടിൽ എത്തിച്ചേർന്നത്. എന്തായാലും ഇത്തരം ഒരു കഥ അല്ലെങ്കിൽ സംഭവകഥ ഏറ്റവും നമുക്കെല്ലാം ഹൃദ്യമാവുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ ഈ സുമതി വളവ് എന്ന സിനിമയ്ക്ക് കഴിയും എന്ന് കരുതുന്നു. ഈ കഥ രചിച്ച അഭിലാഷ്, അതെ, അതുപോലെ തന്നെ വിഷ്ണു സംവിധായകൻ ഏറെ പ്രസിദ്ധനാണ്. നമുക്കറിയാം, ഒറ്റ സിനിമ കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറി. അത്തരത്തിൽ നിരവധി ആളുകളുടെ നല്ല സംരംഭകരുടെ ഒരു കൂട്ടായ്മയാണ്. മുന്നേറ്റനെ ഇവിടെ വന്നപ്പോഴാണ് പരിചയപ്പെടുന്നത്, ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ. ആ തരത്തിൽ ഈ കൂട്ടായ്മയുടെ ഈ സംരംഭം ഏറ്റവും വിജയകരമായി പരിണമിക്കും എന്ന് തന്നെ ആശിച്ചുകൊണ്ട്, പരിണമിക്കട്ടെ എന്ന ആശംസകൾ കൂടി അറിയിച്ചുകൊണ്ട്, ഏറ്റവും ഉചിതമായ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സിനിമയായി കേരളത്തിൽ ഇത് മാറിത്തീരും എന്ന പ്രതീക്ഷയോടുകൂടി എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ആരംഭിക്കുകയാണ്. നമുക്കിന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട MLA ആയ പ്രസേനൻ സാറാണ്. സാറ് 2 വാക്ക് സംസാരിച്ചുകൊണ്ട് നമ്മൾ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ആദ്യം സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്യാമറകളായോ ഇപ്പൊ ഫോട്ടോ പോസ്റ്റ് കൊടുക്കും.
Gracias.